അപ്പോൾ നമ്മളിങ്ങനെ ഫൈബർ ഫിൽസ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നല്ല അധികം സ്റ്റഫും ചെയ്യരുത്, അധികം ലൂസും ആവരുത്. ആ ഒരു രീതിയിൽ ഫൈബർ ഫിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇവിടുന്ന് സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യാം. ഇനി നമുക്ക് ഇവിടുന്ന് 3 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. സ്റ്റിച്ച് മാർക്കർ വെച്ച് അതിൽ ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. 1, അടുത്തതിൽ 2, അടുത്ത സ്റ്റിച്ചിൽ 3, 3 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. ഇനി നമുക്ക് ഇവിടുന്ന് ഈ ഒരു നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള ഹാൻഡ് ഉണ്ടല്ലോ, ഈ ഒരു കൈ എടുക്കുക. കൈയിൻ്റെ നമ്മൾ ഇവിടെ ഈ ഒരു ജോയിൻ ചെയ്ത ഭാഗം ബാക്ക് സൈഡിലേക്ക് ആക്കിയിട്ട് നമ്മളിപ്പോൾ ഇതാ ഈ ഒരു യാണ് ബാക്ക് സൈഡിലേക്ക് വെച്ചിട്ടുണ്ടല്ലോ, ആ യാണ് ആ ബാക്ക് സൈഡിലേക്ക് തന്നെ വെച്ചിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇവിടുന്ന് നമുക്ക് ഒരുമിച്ച് പിടിച്ചിട്ട് ഈ ഒരു ഫസ്റ്റ് സ്റ്റിച്ചിൽ നമുക്ക് ഇങ്ങനെ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഇതാ ഈ ഒരു ചെയിനിലേക്ക് ഇട്ട് കൊടുക്കുക. ഈ ഒരു ബോഡിയിലേക്ക് ആഡ് ചെയ്യുക. എന്നിട്ട് ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. 1 ഹുക്ക് ഈ ഒരു സ്റ്റിച്ചിലും സെക്കൻഡ് 1 ഈ ഒരു സ്റ്റിച്ചിലേക്കും വെക്കുക. എന്നിട്ട് ഈ സെക്കൻഡ് 2 ചെയ്ത് കൊടുക്കുക. ഇനി തേർഡ് 1ലും ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ഹുക്ക് ഇൻസേർട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഈ ബോഡിയിലേക്കും നമ്മൾ ഹുക്ക് ഇൻസേർട്ട് ആക്കണം കേട്ടോ. എന്നിട്ടാണ് നമ്മളൊരു സ്റ്റിച്ച് ചെയ്യേണ്ടത്. 3 ഇനി ലാസ്റ്റ് ഒരു ചെയിനിലും ഇവിടേക്കും നമുക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ലാസ്റ്റ് പീസ് ഇതിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, ഇവിടേക്കും ചെയ്യുക. അങ്ങനെ ഈ ഒരു ഹാൻഡിൽ നമ്മൾ 4 സ്റ്റിച്ചസ് ആണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ 4 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്കിവിടെ നമ്മളെ ഈ ഒരു ഹാൻഡ് വരെ ജോയിൻ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുന്ന് 6 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. 1, 2, 3, 4, 5, 6 6 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്തു. നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള അടുത്ത ഒരു ഹാൻഡ് എടുക്കുക. ഹാൻഡ് നമ്മൾ ഈ ഒരു ബാക്ക് സൈഡിലേക്ക് യാണ് വെച്ചത് ഈ ഒരു ബാക്ക് സൈഡ് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. അതിന് ശേഷം ഇങ്ങനെ ഒരുമിച്ച് വെച്ചിട്ട് നമുക്കിതാ ഇതിങ്ങനെ നമുക്ക് ജോയിൻ ചെയ്ത് കൊടുക്കുക. ഈ ഒരു ഫസ്റ്റ് സ്റ്റിച്ചിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. അതുപോലെ ഈ ബോഡിയിലേക്കും ഈ ഒരു ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. എന്നിട്ട് ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. 1, 2, 3 ലാസ്റ്റ് ചെയിനിലും നമ്മൾ ലാസ്റ്റ് ഈ ഒരു സ്റ്റിച്ചിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ഈ ബോഡിയിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. 4 അപ്പോൾ നമ്മളിവിടെ 2 കൈയും ഇവിടെ നമ്മൾ ഹാൻഡ്സ് ഇവിടെ നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്, അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടുന്ന് 6 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. 1, 2, 3, 4, 5, 6 6 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഈ റൗണ്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ചെയിനിലും ഇനി നമുക്കിവിടെ ഫസ്റ്റ് ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇതിലൊരു സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കുക. ഈ റൗണ്ട് നമ്മൾ 8 സിംഗിൾ ക്രോഷേ ഒരു ഡിക്രീസിങ് എന്നുള്ള പാറ്റേൺ ആണ് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ 1 ചെയ്തു, അടുത്തതിൽ 2, 3, 4, 5, 6, 7, 8 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്തു. ഇനി 9ാമത്തെ സ്റ്റിച്ചിൻ്റെ ഫ്രണ്ട് ലൂപ്പും 10ാമത്തെ സ്റ്റിച്ചിൻ്റെ ഫ്രണ്ട് ലൂപ്പും യൂസ് ചെയ്തിട്ട് ഒരു ഇൻവിസിബിൾ സിംഗിൾ ക്രോഷേ ഡിക്രീസിങ് ചെയ്ത് കൊടുക്കുക. വീണ്ടും 8 സ്റ്റിച്ച് ചെയ്യുക. 1, 2,
3 4 5 6 7 8. ഇനി നമുക്ക് ഫസ്റ്റ് 9ാമത്തെ സ്റ്റിച്ചിൻ്റെ ഫ്രണ്ട് ലൂപ്പും 10ാമത്തെ സ്റ്റിച്ചിൻ്റെ ഫ്രണ്ട് ലൂപ്പ് യൂസ് ചെയ്തിട്ട് ഇൻവിസിബിൾ സിംഗിൾ ക്രോഷേ ഡിക്രീസിങ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ റൗണ്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് 18 സിംഗിൾ ക്രോഷേ സ്റ്റിച്ചാണ് കിട്ടുക. ഇനി നമ്മൾ അടുത്ത റൗണ്ട് ചെയ്യാനായിട്ട് സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക. ഇനി നമ്മൾ ഇതിൽ എല്ലാ ചെയിനിലും ഡിക്രീസിങ് ആണ് ചെയ്ത് കൊടുക്കുന്നത്. ഫസ്റ്റ് ചെയിനിൻ്റെ ഫ്രണ്ട് ലൂപ്പ് യൂസ് ചെയ്യുക. സെക്കൻഡ് ചെയിനിൻ്റെ ഫ്രണ്ട് ലൂപ്പ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഒരു ഡിക്രീസിങ് ചെയ്യാം. എന്നിട്ട് അതിൽ നമുക്ക് സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഒരു ഡിക്രീസിങ് ആയി. അങ്ങനെ ടോട്ടൽ നമുക്ക് 9 ഡിക്രീസിങ് ഉണ്ടാവും. 18 സ്റ്റിച്ചിനെ നമ്മൾ 9 സ്റ്റിച്ചാക്കിയിട്ട് ഡിക്രീസിങ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഫസ്റ്റ് സ്റ്റിച്ചിൻ്റെ ഫ്രണ്ട് ലൂപ്പും സെക്കൻഡ് സ്റ്റിച്ചിൻ്റെ ഫ്രണ്ട് ലൂപ്പ് യൂസ് ചെയ്യുക. ഇൻവിസിബിൾ സിംഗിൾ ക്രോഷേ ഡിക്രീസിങ് സ്റ്റിച്ച് ചെയ്യുക. വീണ്ടും അടുത്ത ഫസ്റ്റ് സ്റ്റിച്ചിൻ്റെ ഫ്രണ്ട് ലൂപ്പും സെക്കൻഡ് സ്റ്റിച്ചിൻ്റെ ഫ്രണ്ട് ലൂപ്പ് യൂസ് ചെയ്യുക. ഡിക്രീസിങ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ 3 ഡിക്രീസിങ് ആയി. അടുത്ത സ്റ്റിച്ചിൻ്റെ ഫ്രണ്ട് ലൂപ്പും അടുത്ത സ്റ്റിച്ചിൻ്റെ ഫ്രണ്ട് ലൂപ്പ് യൂസ് ചെയ്തിട്ട് ഡിക്രീസിങ് ചെയ്യുക. 4 ഡിക്രീസിങ് ആയി. അടുത്ത സ്റ്റിച്ചിൻ്റെ ഫ്രണ്ട് ലൂപ്പും ഫസ്റ്റ് സ്റ്റിച്ചിൻ്റെ ഫ്രണ്ട് ലൂപ്പും സെക്കൻഡ് സ്റ്റിച്ചിൻ്റെ ഫ്രണ്ട് ലൂപ്പ് യൂസ് ചെയ്തിട്ട് ഡിക്രീസിങ് ചെയ്യുക. അപ്പോൾ നമുക്ക് 5 ഡിക്രീസിങ് ആയി. അടുത്ത സ്റ്റിച്ചിൻ്റെ ഫ്രണ്ട് ലൂപ്പും ഫസ്റ്റ് സ്റ്റിച്ചിൻ്റെ ഫ്രണ്ട് ലൂപ്പും സെക്കൻഡ് സ്റ്റിച്ചിൻ്റെ ഫ്രണ്ട് ലൂപ്പ് യൂസ് ചെയ്യുക. 6 ഡിക്രീസിങ് ആയി. നമുക്ക് അടുത്ത 2 സ്റ്റിച്ചിൻ്റെ ഫ്രണ്ട് ലൂപ്പ് യൂസ് ചെയ്തിട്ട് 7ാമത്തെ ഡിക്രീസിങ്ങും അല്ല 6 ഡിക്രീസിങ് ആയി. ഇനി അടുത്ത 2 സ്റ്റിച്ചിൻ്റെത് 7, അടുത്ത 2 സ്റ്റിച്ച് 8. അപ്പോൾ ഈ റൗണ്ടിൽ നമ്മൾ 18 സ്റ്റിച്ചിനെ 9 സ്റ്റിച്ചാക്കിയിട്ട് ഡിക്രീസിങ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ചും കൂടി നമ്മളെ ഫൈബർ ഫിൽസ് ഒന്ന് സ്റ്റഫ് ചെയ്ത് കൊടുക്കാം. നമ്മളിവിടെ സ്റ്റഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മളെ ബോഡീൻ്റെ കളർ ചേഞ്ച് ചെയ്ത് കൊടുക്കണം. ഇനി ഞാൻ ഹെഡാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഏത് കളറാണോ നമ്മൾ ഈ ഒരു കൈക്ക് യൂസ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ഫേസിന് ഏത് കളറാണോ നമ്മൾ യൂസ് ചെയ്യുന്നത് ആ ഒരു യാണ് എടുക്കുക. ആദ്യം നമുക്ക് ഈ സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്താൽ അതിലേക്കൊന്ന് ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് വെക്കുക. അതിന് ശേഷം നമ്മൾ ഈ ഒരു യാണാണ് നമ്മൾ ഹെഡിന് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ യാണ് കുറച്ച് ടൈലൻ്റ് അധികം എടുത്തിട്ട് നമുക്കിങ്ങനെ യാൺ വർക്ക് ചെയ്ത് ഇങ്ങനെ എടുക്കാം. അപ്പോൾ നമുക്കിവിടെ ഒരു ലൂപ്പ് വൈറ്റ് നമ്മൾ ആഡ് ചെയ്ത കളറും ഒരു ലൂപ്പ് നമ്മൾ ബോഡിയുടെ കളർ ഫ്രോക്കിൻ്റെ കളറും ഉണ്ടാവും. എന്നിട്ട് യാൺ വർക്ക് ചെയ്യുക. ഈ 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കാം. എന്നിട്ട് ഈ യാണ് നമുക്കൊന്ന് വലിച്ച് ടൈറ്റാക്കി കൊടുക്കാം. എന്നിട്ട് ഇതിൽ നമുക്കൊരു സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കുക. ഇവിടെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് നമ്മൾ ഈ ഒരു യാണാണ് യൂസ് ചെയ്യുന്നത്. ഈ യാണ് നമ്മൾ യൂസ് ചെയ്യുന്നില്ല. അപ്പം ഇനി ഹെഡിന് യൂസ് ചെയ്യുന്ന കളറ് എടുക്കാം. എന്നിട്ട് അടുത്ത ചെയിനിൽ ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ നമ്മൾ 1 ചെയ്തു, അടുത്തതിൽ 1 ചെയ്യുക. അപ്പോൾ 2 ആയി. അടുത്ത സ്റ്റിച്ചിൽ ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. 3. ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ എന്നുള്ള പാറ്റേൺ ആണ്. അപ്പോൾ നമുക്ക് 4. അടുത്ത സ്റ്റിച്ചിൽ 5. അടുത്ത സ്റ്റിച്ചിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. 6. അടുത്തതിൽ
7 അടുത്ത സ്റ്റിച്ചിൽ നമുക്ക് ഈ ഒരു ബ്ലൂ കളർ യാൺ ഉണ്ടല്ലോ അതൊന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കി കൊടുക്കാം. അപ്പോൾ ഈ ബ്ലൂ കളർ യാൺ കട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കൊരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ റൗണ്ട് മുഴുവനും ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ എന്നുള്ള പാറ്റേൺ ചെയ്യുമ്പോൾ നമുക്ക് 9 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ചാണ് കിട്ടുക. നമ്മളിങ്ങനെ ചെയ്തിട്ട് നമുക്ക് 9 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് കിട്ടിയിട്ടുണ്ട്. ഞാനൊന്ന് വലിച്ചു കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ഈ ഒരു യാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് ഹൈഡാക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് റൗണ്ട് ഇവിടെ കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് 9 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ചാണ് കിട്ടുക. ഇനി അടുത്ത റൗണ്ട് നമ്മൾ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യുള്ള പാറ്റേൺ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക. അതിൽ നമുക്കൊരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അതിൽ വീണ്ടും സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. നമുക്ക് അടുത്തതിൽ ഒരു സിംഗിൾ ക്രോഷ്യ 2, അടുത്തതിൽ ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യാം. പിന്നെ ഓരോ റൗണ്ടും കൗണ്ട് ചെയ്ത് ചെയ്യണം കേട്ടോ. 4 5 6 7 8 9. അപ്പോൾ നമ്മൾ 2 റൗണ്ടും ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ എന്നുള്ള പാറ്റേൺ ചെയ്തു. ഇനി നമുക്ക് അടുത്ത റൗണ്ട് ചെയ്യാനായിട്ട് സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യാം. അതിൽ നമുക്കൊരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യാം. എന്നിട്ട് വീണ്ടും നമുക്ക് സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. ഇനി നമ്മൾ ഈ ഒരു റൗണ്ടിൽ ചെയ്യുന്നത് ഓരോ ചെയിനിലും ഓരോ രണ്ട് സിംഗിൾ ക്രോഷ്യ എന്നുള്ള പാറ്റേൺ ആണ്. അപ്പോൾ നമ്മളിനി ഫ്രണ്ട് ലൂപ്പ് യൂസ് ചെയ്തിട്ടാണ് സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമുക്ക് റിമൂവ് ചെയ്യാം. അത് നമ്മൾ നോർമലി സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ചാണ് ചെയ്തത്. അപ്പോൾ അത് റിമൂവ് ചെയ്യാം. എന്നിട്ട് ഇനി അടുത്ത റൗണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫ്രണ്ട് ലൂപ്പ് യൂസ് ചെയ്തിട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് ലാസ്റ്റ് 9 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തു. ഇനി നമ്മൾ സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്ത് അതിൽ ഫ്രണ്ട് ലൂപ്പ് യൂസ് ചെയ്തിട്ട്, ഫ്രണ്ട് ലൂപ്പാണ് യൂസ് ചെയ്യേണ്ടത്, ഫ്രണ്ട് ലൂപ്പ് യൂസ് ചെയ്തിട്ട് നമുക്കൊരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യാം. എന്നിട്ട് അതിൽ നമുക്ക് സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. ഈ റൗണ്ടിൽ നമ്മൾ ഇൻക്രീസിങ് സ്റ്റിച്ചാണ് ചെയ്യുന്നത്. ഒരു സ്റ്റിച്ചിനെ 2 സ്റ്റിച്ചാക്കിയിട്ട് ഇൻക്രീസിങ് ചെയ്ത് 9 സ്റ്റിച്ചിനെ 18 സ്റ്റിച്ചാക്കാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ സെയിമിൽ തന്നെ ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ചും കൂടി ചെയ്യുക. അപ്പോൾ ഈ ഒരു 2 എണ്ണത്തിൽ ഒരു സ്റ്റിച്ചിൽ ഞാൻ 2 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തു. ഇനി അടുത്ത സ്റ്റിച്ചിൻ്റെ ഫ്രണ്ട് ലൂപ്പ് യൂസ് ചെയ്യുക. 2 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. ഇനി അടുത്ത സ്റ്റിച്ചിൻ്റെ ഫ്രണ്ട് ലൂപ്പ് യൂസ് ചെയ്യുക. 2 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. അതുമാതിരി എല്ലാ സ്റ്റിച്ചിൻ്റെയും ഫ്രണ്ട് ലൂപ്പ് യൂസ് ചെയ്തിട്ട് 2 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ റൗണ്ട് നമുക്ക് കംപ്ലീറ്റ് ആകുമ്പോൾ 18 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ചാണ് കിട്ടുക. അപ്പോൾ നിങ്ങൾ എപ്പോഴും എമിഗ്രൂമിയൊക്കെ ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഓരോ റൗണ്ടും എഴുതി വെക്കുക. എന്നിട്ട് ആ റൗണ്ട് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ നമ്പർ എത്രയാണോ പറയുന്നത് ആ നമ്പർ തന്നെ കിട്ടുന്നുണ്ടോ എന്ന് കൗണ്ട് ചെയ്യുക. ബിഗിനേഴ്സ് ആകുമ്പോൾ പ്രത്യേകിച്ച് നിങ്ങൾ കൗണ്ട് ചെയ്യാതെ പോകരുത്. ബിഗിനേഴ്സ് അല്ലാത്തവരും
തന്നെ നമ്മൾ സ്റ്റിച്ചസ് കൗണ്ട് ചെയ്ത് പോകുമ്പോഴേ നമുക്ക് കറക്റ്റ് കിട്ടുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഒരു സ്റ്റിച്ചൊക്കെ ചിലപ്പം മാറിപ്പോയാൽ മുകളിലേക്കൊക്കെ വരുമ്പോൾ അതിൻ്റെ പാറ്റേണേ മാറിപ്പോവും. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക. 18 സ്റ്റിച്ച് എന്ന് പറയുമ്പോൾ ആ 18 സ്റ്റിച്ച് കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. 9 സ്റ്റിച്ചാണെങ്കിൽ 9 സ്റ്റിച്ച് കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. അങ്ങനെ നമ്മൾ കൗണ്ട് ചെയ്ത് ചെയ്യുമ്പോഴേ നമുക്ക് കറക്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഈ റൗണ്ടിൽ 2 ഫ്രണ്ട് ലൂപ്പ് യൂസ് ചെയ്തിട്ട് ഓരോ ചെയിനിലും ഈ 2 സിംഗിൾ ക്രോഷേ എന്നുള്ള പാറ്റേൺ ചെയ്ത് ഈ റൗണ്ട് നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത റൗണ്ട് ചെയ്യാൻ പോകുന്നത് നമുക്ക് സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യാം. സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്തിട്ട് ഇനി നമ്മൾ 2 ലൂപ്പ് യൂസ് ചെയ്യുക കേട്ടോ. ഈ റൗണ്ടിൽ മാത്രമാണ് നമ്മൾ ഫ്രണ്ട് ലൂപ്പ് യൂസ് ചെയ്യുന്നത്. സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക. എന്നിട്ട് ആ ഒരു ചെയിനിൽ ആ ഒരു സ്റ്റിച്ചിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് അതിൽ ഒരു സ്റ്റിച്ച് മാർക്കർ വീണ്ടും വെച്ച് കൊടുക്കുക. ഈ റൗണ്ടിൽ നമ്മൾ ഒരു ഇൻക്രീസിങ് ഒരു സിംഗിൾ ക്രോഷേ ഒരു ഇൻക്രീസിങ് എന്നുള്ള പാറ്റേൺ ആണ് ചെയ്യുന്നത്. അപ്പോൾ ഈ റൗണ്ടിൽ ഞാൻ ഫസ്റ്റ് ഒരു സിംഗിൾ ക്രോഷേ ചെയ്തു, അതിൽ സ്റ്റിച്ച് മാർക്കർ വെച്ചു. ഇനി അടുത്തതിൽ നമുക്ക് 2 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. ഒരു ചെയിനിൽ തന്നെ 2 എണ്ണം ചെയ്ത് കൊടുക്കാം. ഓക്കെ. ഇനി അടുത്തതിൽ നമുക്ക് ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. 1 2 1 2 എന്നുള്ള പാറ്റേൺ ആണ് നമ്മൾ ചെയ്യുന്നത്. ഇനി അടുത്തതിൽ നമ്മൾ 2 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. 2. ഇനി അടുത്തതിൽ നമുക്ക് ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. ഇനി അടുത്തതിൽ 2 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. 1 2 1 2 എന്നുള്ള പാറ്റേൺ ഈ റൗണ്ട് മുഴുവനും കംപ്ലീറ്റ് ചെയ്യുക. അങ്ങനെ ഈ റൗണ്ട് മുഴുവൻ കംപ്ലീറ്റ് 9 പ്രാവശ്യം ഇൻക്രീസിങ് ചെയ്യാനുണ്ടാവും. അപ്പോൾ 18 സ്റ്റിച്ചിന് വീണ്ടും നമ്മൾ 9 പ്രാവശ്യം ഇൻക്രീസിങ് ചെയ്യുമ്പോൾ നമുക്ക് 27 സ്റ്റിച്ച് കിട്ടണം കേട്ടോ. അപ്പോൾ ആ ഒരു റൗണ്ടിൽ ഇങ്ങനെ കൗണ്ട് ചെയ്ത് വേണം നിങ്ങൾ ചെയ്യാൻ. ബിഗിനേഴ്സ് കൗണ്ട് ചെയ്യേണ്ടത് ഇങ്ങനെ ചെയിൻ സ്റ്റിച്ച് പോലെ നമുക്ക് കാണുമല്ലോ. ആ ചെയിൻ സ്റ്റിച്ച് കൗണ്ട് ചെയ്താൽ നമുക്ക് കറക്റ്റിൽ കിട്ടും കേട്ടോ. 1 2 1 2 എന്നുള്ള പാറ്റേൺ ആണ് നമ്മൾ അപ്പർ പാർട്ടിൽ ഹെഡിൻ്റെ ഭാഗത്ത് ഈ റൗണ്ടിൽ നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മളെ ഹെഡ് ഇങ്ങനെ ഇൻക്രീസ് ആയി വരും. നമുക്ക് എത്രയാണോ ഹെഡിൻ്റെ മെഷർമെൻറ്റ് വേണ്ടത് അതിനനുസരിച്ചിട്ട് നമുക്ക് ഇൻക്രീസിങ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഈ റൗണ്ട് കഴിയുമ്പോൾ നമുക്ക് 27 സ്റ്റിച്ചസ് കിട്ടുന്നുണ്ടോ എന്ന് കൗണ്ട് ചെയ്യണം കേട്ടോ. എമിഗ്രൂമി എപ്പോഴും എല്ലാവർക്കും പറ്റുന്ന ഒരു വലിയ മിസ്റ്റേക്ക് അതാണ്. നമ്മൾ സ്റ്റിച്ചസ് കൗണ്ട് ചെയ്യാതെ നമ്മളങ്ങോട്ട് ഡ്രസ്സ് ഒന്നൊക്കെ മേക്ക് ചെയ്യുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. എന്നാലും ഇത്ര പ്രശ്നമില്ല ഡ്രസ്സ് മേക്കിങ്ങിനൊന്നും. പക്ഷേ ഈ ഒരു അമിഗ്രൂമി ഐറ്റംസ് നമ്മൾ ഓരോ നമ്പറും നമുക്ക് കൗണ്ട് ചെയ്ത് ചെയ്താലേ നമുക്ക് ആ കറക്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഈ റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് 27 സ്റ്റിച്ചസ് ആണ് കിട്ടുക. ഇനി നമ്മൾ അടുത്ത റൗണ്ട് ചെയ്യാനായിട്ട് സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക. ഇനി അതിൽ നമുക്ക് ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യാം. വീണ്ടും സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. ഇതിൽ നമ്മൾ 3 സിംഗിൾ ക്രോഷേ ഒരു ഇൻക്രീസിങ് എന്നുള്ള പാറ്റേൺ ആണ് ചെയ്യുന്നത്. ഫസ്റ്റ് ഒരു സിംഗിൾ ക്രോഷേ ചെയ്തു, സെക്കൻഡ് വണ്ണിലും സിംഗിൾ ക്രോഷേ ചെയ്യുക, തേർഡ് വണ്ണിലും ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക, ഫോർത്ത് വണ്ണിൽ നമ്മൾ ഒന്ന് തന്നെ 2 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. സെയിം തന്നെ 2 എണ്ണം ചെയ്യുക, ഇൻക്രീസിങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇനി അടുത്ത 3 എണ്ണത്തിലും 1 1 1 ചെയ്യുക. 1 സിംഗിൾ ക്രോഷേ, സെക്കൻഡ് വണ്ണിലും 1 സിംഗിൾ ക്രോഷേ, തേർഡ് വണ്ണിലും 1 സിംഗിൾ ക്രോഷേ, ഫോർത്ത് വണ്ണിൽ ഒന്ന് തന്നെ 2 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇനി അടുത്തതിൽ ഫസ്റ്റ് വണ്ണിൽ ഒരു സിംഗിൾ ക്രോഷേ, സെക്കൻഡ് വണ്ണിൽ ഒരു സിംഗിൾ ക്രോഷേ, തേർഡ് വണ്ണിലും ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. ഫോർത്ത് വണ്ണിൽ നമുക്ക് ഒന്ന് തന്നെ 2 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. വീണ്ടും 3 സ്റ്റിച്ചിലും ഓരോ സിംഗിൾ ക്രോഷേ. അങ്ങനെ ഈ ഒരു പാറ്റേൺ നമുക്ക് കംപ്ലീറ്റ് ആക്കാം. ഈ ഒരു എൻഡ് വരെ നമുക്ക് ചെയ്ത് കൊടുത്തിട്ട് തിരിച്ചു വരാം. അപ്പോൾ ഇനി നമ്മൾ 3 സിംഗിൾ ക്രോഷേ ഒരു ഇൻക്രീസിങ് എന്നുള്ള പാറ്റേൺ ഇങ്ങനെ ചെയ്ത് നമുക്ക് 30 സിംഗിൾ ക്രോഷേ സ്റ്റിച്ചാണ് കിട്ടുക. ഇനി നമുക്ക് സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യാം. അവിടെ നമുക്ക് ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യാം. വീണ്ടും സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം.
സ്റ്റിച്ച് മാർക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൽ ഇനിയുള്ള നമ്മൾ 8 റൗണ്ടിലും ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ എന്നുള്ള പാറ്റേൺ ആണ് ഇനി നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഓരോ റൗണ്ടിലും നമുക്ക് 30 സ്റ്റിച്ച് കിട്ടുന്നുണ്ടോ എന്ന് കൗണ്ട് ചെയ്യുക. എന്നിട്ട് അടുത്ത റൗണ്ട് പോവുക. അങ്ങനെ നമുക്ക് ഒരു 8 റൗണ്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഫസ്റ്റ് റൗണ്ട് നമ്മൾ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ എന്നുള്ള പാറ്റേൺ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ കൗണ്ട് ചെയ്യുക 30 സ്റ്റിച്ച് തന്നെയാണോ കിട്ടുന്നതെന്ന്. അപ്പോൾ ഈ റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ നിങ്ങൾക്ക് എത്ര സ്റ്റിച്ച് കിട്ടുന്നുണ്ടെന്ന് കൗണ്ട് ചെയ്യുക. അതിന് ശേഷം നിങ്ങൾ എഴുതി വെക്കുക. പിന്നെ നിങ്ങൾക്ക് ചെയ്യുമ്പോൾ ഈ 8 റൗണ്ടിലും ഈ ഒരു 30 സ്റ്റിച്ച് തന്നെ കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക കേട്ടോ. കൂടാനോ കുറയാനോ പാടില്ല. 30 സ്റ്റിച്ച് തന്നെ നമുക്ക് കിട്ടണം. അപ്പോഴേ നമുക്ക് ആ കറക്റ്റ് പെർഫെക്ഷൻ കിട്ടുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ എന്നുള്ള റൗണ്ട് ഇങ്ങനെ ചെയ്യുക. ഇവിടെ എത്തുമ്പോൾ സ്റ്റിച്ച് മാർക്ക് റിമൂവ് ചെയ്യുക. പിന്നെ വീണ്ടും ഒരു സ്റ്റിച്ച് ചെയ്തിട്ട് സ്റ്റിച്ച് മാർക്കർ വെക്കുക. അങ്ങനെ ഒരു 8 റൗണ്ട് ചെയ്തിട്ട് നമുക്ക് തിരിച്ചു വരാം.